നമസ്കാരം, ചലഞ്ചറാബിൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഓഗസ്റ്റ് മന്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആരെന്നാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പുതിയ ചെയർമാൻ ആയിട്ടുണ്ട്. അത് ആരെന്നാണ്? അൻഷുലാകാന്ത്, ആദിത്യപുരി, രഘുറാം രാജൻ, ചെല്ല ശ്രീനിവാസലും സെട്ടി. ആൻസർ ചെല്ല ശ്രീനിവാസലും സെട്ടിയാണ്. SBIയിലെ മുതിർന്ന മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന വ്യക്തിയാണ്. SBI ചെയർമാൻ ദിനേശ് കുമാർ ഖാരയുടെ കാലാവധി തീരുന്ന ഒഴിവിലാണ് നിയമനം. SBIയുടെ 27ാമത്തെ ചെയർമാൻ ആണ് ആര്? ചെല്ല ശ്രീനിവാസലു സെട്ടി. അപ്പോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ചെല്ല ശ്രീനിവാസലു സെട്ടിയാണ്. SBIയുടെ 27th ചെയർമാൻ ആണ് ആര്? ചെല്ല ശ്രീനിവാസലു സെട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരെന്നാണ്? ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഒളിമ്പിക്സിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫുൾ പാരീസ് ഒളിമ്പിക്സിന്റെ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കറണ്ട് അഫയേഴ്സിന്റെ. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. അപ്പൊ അടുത്തത്, ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരെന്നാണ്? ഉത്തരം അമൻ ഷെരാവത്ത് ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തി മത്സരത്തിൽ യോഗ്യത നേടിയ ഏക ഇന്ത്യൻ പുരുഷ താരമാണ് ആര്? അമൻ ഷെരാവത്ത്. പുരുഷന്മാരുടെ 57 കിലോഗ്രാം പുരുഷ വിഭാഗത്തിൽ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് അദ്ദേഹത്തിന് മെഡൽ കിട്ടിയത്. അപ്പോ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരാണെന്ന് ചോദിച്ചാൽ അമൻ ഷെരാവത്ത് ആണ്. അടുത്തത്, 2024 ഓഗസ്റ്റിൽ ആഭ്യന്തര കലാപത്തെ തുടർന്ന് രാജിവെച്ച ഷെയ്ഖ് ഹസീന ഏതു രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? എല്ലാവർക്കും അറിയാം ഏത് രാജ്യത്തെയാണ്? ബംഗ്ലാദേശിലെയാണ്. ബംഗ്ലാദേശിന്റെ 10ാമത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ആര്? ഷെയ്ഖ് ഹസീന. ഏറ്റവും കൂടുതൽ കാലം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദവി വഹിച്ചിരുന്ന വ്യക്തി കൂടെയാണ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉൾപ്പെടെ രാജ്യത്തെ സർക്കാർ ജോലികൾ സംവരണം നൽകുന്നതിനെതിരെയാണ് കലാപം ആരംഭിച്ചത്. അതിനെ തുടർന്നാണ് അവർക്ക് രാജിവെക്കേണ്ടി വന്നത്. അപ്പൊ പേര് ഷെയ്ഖ് ഹസീനയാണ്. ബംഗ്ലാദേശിലെ കലാപം എന്തിനായിരുന്നു എന്ന് ചോദിച്ചാല് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സേനാനികൾക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉൾപ്പെടെ രാജ്യത്തെ സർക്കാർ ജോലികൾക്ക് സംവരണം കൊടുക്കുക, അതിനെതിരായിട്ടുള്ള ഒരു കലാപമായിരുന്നു. അതിനെ തുടർന്ന് രാജിവെക്കുകയാണ് ഉണ്ടായിരുന്നത്. അടുത്തത്, 2024 ഓഗസ്റ്റിൽ അന്തരിച്ച യാമിനി കൃഷ്ണമൂർത്തി ഏത് മേഖലയിലാണ് പ്രശസ്ത? യാമിനി കൃഷ്ണമൂർത്തി ഏത് മേഖലയാണ്? ക്ലാസിക്കൽ ഡാൻസ്, സിനിമ, സംഗീതം, സാഹിത്യം. ക്ലാസിക്കൽ ഡാൻസിലാണ്. പ്രശസ്ത ഭരതനാട്യം, കുച്ചിപ്പുടി നർത്തകിയാണ്. പത്മശ്രീ ലഭിച്ചത് 68ലാണ്. പത്മഭൂഷൺ 2001ലാണ്. പത്മഭൂഷൺ 2001, വിഭൂഷൺ 2016ലാണ്. പിന്നെ കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം 77ലാണ്. ആത്മകഥ പാഷൻ ഫോർ ഡാൻസ് എന്നാണ് അവരുടെ ഡാൻസ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയാണ്. തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ ആസ്ഥാന കലാകാരി പട്ടം ലഭിച്ച 2 പേരിൽ ഒരാളാണ് ആര്? യാമിനി കൃഷ്ണമൂർത്തി. മറ്റൊരാൾ ആരാണ്? MS സുബ്ബലക്ഷ്മിയാണ്. അപ്പൊ 2 പേർക്ക് ആ കലാകാരി പട്ടം ലഭിച്ചിട്ടുള്ളൂ. അതിൽ ഒരാളാണ് യാമിനി കൃഷ്ണമൂർത്തി. ക്ലാസിക്കൽ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് 2024 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്തയാണ് ആര്? യാമിനി കൃഷ്ണമൂർത്തി. അടുത്ത, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് നേതൃത്വ പരിശീലനം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ് ചോദിച്ചത്. വിദ്യാകിരണം, കരുത്ത്, വിദ്യാലക്ഷ്മി, പ്രതിഭ പോഷൻ. ഉത്തരം പ്രതിഭ പോഷൻ. അതായത് പെൺകുട്ടികളുടെ നേതൃത്വപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയാണ്. കേരള വനിതാ വികസന കോർപ്പറേഷൻ ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പൊ എന്താണ്? കോളേജ് വിദ്യാർത്ഥിനികൾക്ക് നേതൃത്വ പരിശീലനം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രതിഭ പോഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഓണവിപണിയിലേക്ക് കാർഷിക മേഖലയിലെ സംഘഗ്രൂപ്പുകൾ മുഖേന വിഷരഹിത പച്ചക്കറികൾ എത്തിക്കുന്നതിന് ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ് ചോദിച്ചത്. അപ്പോ വിഷരഹിത പച്ചക്കറി എത്തിക്കുന്നത് ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ്? പൊലിവ്, ഓണക്കനി, നിറപ്പൊലിമ, ഓണസമൃദ്ധി. ഏതാണ്? ഓണക്കനിയാണ്. കേരളത്തിൽ നിന്ന് 1000 ഏക്കർ സ്ഥലത്ത് സ്വയം പര്യാപ്തമായ ഓണത്തിന് ആവശ്യമായ പൂക്കൾ കൃഷി ചെയ്ത് വിളവെടുത്ത വിപണിയിൽ എത്തിക്കുന്ന പദ്ധതിയാണ് ഇത് നിറപ്പൊലിമ. അപ്പൊ ഇത് ആരാണ് നടപ്പിലാക്കുന്നത് വെച്ചാല് കുടുംബശ്രീയാണ്. അപ്പോ ഓണക്കനി എന്താണ്? വിഷരഹിത പച്ചക്കറികളാണ്. പൂക്കളാണെങ്കിൽ നിറപ്പൊലിമയാണ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാൻ ആരെന്നാണ്?
ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ കറണ്ട് അഫയേഴ്സിൽ അതിന്റെ ചെയർമാൻ മാറിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ചെയർമാൻ ആരെന്നാണ് ചോദ്യം. ഉത്തരം ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ ആണ്. കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1990-ലാണ്. ആസ്ഥാനം തിരുവനന്തപുരം. 1986-ലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണിത്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സ്ഥാപിച്ച ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ് ഇത്. ഇതിന്റെ പുതിയ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ ആണ്. അടുത്ത ചോദ്യം. അടുത്തിടെ കേരളത്തിലെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് നൽകിയ പുതിയ പേരാണ് ചോദിച്ചിരിക്കുന്നത്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നോർത്ത് എന്നാണ്. സൗത്ത് നിയമമാണ്. തിരുവനന്തപുരം സെൻട്രൽ ആണ്. നോർത്ത് എന്ന് പറയുന്നത് കൊച്ചുവേളി. സൗത്ത് നിയമവും നോർത്ത് കൊച്ചുവേളിയുമായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോ റെയിൽവേ സ്റ്റേഷന്റെ നിയമത്തിന്റെ പുതിയ പേര് സൗത്ത് ആണ്. തിരുവനന്തപുരം സൗത്ത്. അതായത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ സാറ്റലൈറ്റ് സ്റ്റേഷനുകൾ ആക്കുന്നതിന്റെ നടപടിയുമായി ഭാഗമായിട്ടാണ് ഇതിന്റെ പേര് മാറ്റിയത്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് പഠിക്കാവുന്നതാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി എന്ന് പറയുന്നത് അശ്വിനി വൈഷ്ണവാണ്. കേരള റെയിൽവേ മന്ത്രി ആരാണെന്ന് ചോദിച്ചാല് അബ്ദുൾ റഹിമാനാണ്. അപ്പോ 2 സ്റ്റേഷന്റെ പേര് മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ തന്നെയാണ്. കൊച്ചുവേളി നോർത്ത് ആക്കി, നിയമം തിരുവനന്തപുരം സൗത്ത് ആക്കിയിട്ടുണ്ട്. അപ്പോ നിലവിലെ കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ആരെന്നാണ് ചോദ്യം. നിലവിലെ കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഉത്തരം ബാബുരാജ് ആണ്. PT ബാബുരാജ്. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ആയിരുന്ന SH പഞ്ചാബകേശൻ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് നിയമനം. ഭിന്നശേഷി വിഭാഗക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ സമ്പൂർണ്ണ പുനരധിവാസം ഉറപ്പാക്കാനും വേണ്ടി രൂപീകരിച്ച സ്ഥാപനമാണ് എന്ത്? കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ പുതിയ കമ്മീഷണർ ആരാണ്? PT ബാബുരാജ് ആണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ കാർഷിക സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കേരള കൃഷി വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് എന്നാണ് ചോദ്യം. കേരളത്തിലെ കാർഷിക സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കേരള കൃഷി വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതാണെന്നാണ്. ഉത്തരം ഖദർ എന്നാണ് അതിന്റെ പേര്. അപ്പോ കാർഷിക സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കേരള കൃഷി വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് എന്ന് ചോദിച്ചാല് ഖദർ ആണ്. അടുത്ത 2024-ലെ ICC വനിതാ 2020 ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. ശ്രദ്ധിക്കുക, 2024-ലെ ICC വനിതാ 2020 ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം UAE ആണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. പഴയ വേദി ബംഗ്ലാദേശ് ആണ്. പുതിയ വേദിയാണ് UAE. അപ്പോ ലോകകപ്പിന്റെ 9ാമത്തെ എഡിഷൻ ആണ് 2024 നടക്കുന്നത്. 2023 കിരീടം നേടിയത് ആരാന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയ ആണ്. 2023 വേദി ഏതാന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയാണ്. അപ്പൊ 2024 വേദി UAE ആണ്. ഏതിന്റെയാണ്? ICC വനിതാ 2020 ലോകകപ്പിന്റെ വേദി എന്ന് പറയുന്നത് UAE ആണ്. പഴയ വേദി ബംഗ്ലാദേശ് ആയിരുന്നു. 9ാമത്തെ എഡിഷൻ ആണ്. കഴിഞ്ഞ കിരീടം നേടിയത് ആരാണ്? ഓസ്ട്രേലിയ ആണ്. അടുത്ത പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആരെന്നാണ് ചോദിച്ചത്. പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആരെന്നാണ് ചോദിച്ചത്. ഉത്തരം രാജേഷ് കുമാർ സിംഗ് ആണ്. പുതിയ കേന്ദ്ര ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാല് പുണ്യ സലില ശ്രീവാസ്തവയാണ്. പുതിയ കേന്ദ്ര വ്യവസായ ഒരുപാട് സെക്രട്ടറിമാര് വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ പറയുന്നത്. പുതിയ കേന്ദ്ര വ്യവസായ പ്രോത്സാഹന വകുപ്പ് സെക്രട്ടറി അമർദീപ് ഭട്ടാണ്. കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം സെക്രട്ടറി വിവേക് ജോഷിയാണ്. കേന്ദ്ര ഭവന മന്ത്രാലയത്തിന്റെ പുതിയ സെക്രട്ടറി എന്ന് പറയുന്നത് K ശ്രീനിവാസ് ആണ്. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആണെന്ന് ചോദിച്ചാല് രാജേഷ് കുമാർ സിംഗ് ആണ്. പിന്നെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവയാണ്. അതുപോലെ തന്നെ കേന്ദ്ര വ്യവസായ പ്രോത്സാഹന വകുപ്പ് സെക്രട്ടറി ആരാണ്? അമർദീപ് ഭട്ടാണ്. കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം സെക്രട്ടറി വിവേക് ജോഷിയാണ്. അതുപോലെ തന്നെ കേന്ദ്ര ഭവന മന്ത്രാലയത്തിന്റെ പുതിയ സെക്രട്ടറി K ശ്രീനിവാസ്. അപ്പൊ ഒരുപാട് സെക്രട്ടറിമാര് ഒരുപാട് അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അടുത്തത് വീണ്ടും ഒരു സെക്രട്ടറിയാണ്. ഇന്ത്യയുടെ പുതിയ ആഭ്യന്തര സെക്രട്ടറി ആരെന്നാണ് ചോദിച്ചത്. പുതിയ ആഭ്യന്തര സെക്രട്ടറി ആരെന്ന് ചോദിച്ചാല് ഗോവിന്ദ് മോഹൻ ആണ്. പുതിയ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ആണ്. അപ്പോ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ്. പുതിയ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹൻ ആണ്. അതുപോലെ തന്നെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി ആരെന്നാണ് അടുത്ത ചോദ്യം. പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാല് TV സോമനാഥനാണ്. പുതിയ എല്ലാം കൂടെ മാറിപ്പോകരുത്. എല്ലാം പ്രത്യേകിച്ച് പഠിച്ചു വെച്ചേക്കുക. ഒന്നിന്ന് പറഞ്ഞുതരാം. പ്രതിരോധ സെക്രട്ടറി എന്ന് പറയുമ്പോൾ രാജേഷ് കുമാർ സിംഗ് ആണ്.
അടുത്ത ആഭ്യന്തര സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഗോവിന്ദ് മോഹനാണ്. അടുത്ത പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് TV സോമനാഥനാണ്. അത് ഇന്ത്യയുടെ 33ാമത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആണ്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന രാജീവ് ഗൗബ എന്ത് ചെയ്തു, സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് വർഷമായിട്ട് പഠിക്കുന്ന പേരാണ് രാജീവ് ഗുബ എന്ന് പറയുന്നത്. അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ആര് വന്നത്, TV സോമനാഥൻ 33ാമത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആണ്. അടുത്തത് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആര്? ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരെന്നാണ് ചോദ്യം. പാർവതനേനി ഹരീഷ് ആണ്. എന്താണ്? പാർവതനേനി ഹരീഷ് ആണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത്. അടുത്ത ചോദ്യം, ഓൺലൈൻ മേഖലയിലെ സത്യവും അസത്യവും തിരിച്ചറിയാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്താണ്? ഓൺലൈൻ മേഖലയിലെ സത്യവും അസത്യവും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടി ഉണ്ട്. അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചിരിക്കുന്നു. ഏതാണ് ആൻസർ? സത്യമേവ ജയതേ. സത്യവും അസത്യവും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പൊ എന്താണ്? സത്യമേവ ജയതേ. അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ 2024 ടിമോർ ലെസ്റ്റെ രാജ്യത്തിന് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് ടിമോർ ലെസ ലഭിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരെന്നാണ്? ടിമോർ ലെസ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നത ബഹുമതി ലഭിച്ചത് ഏത് ഇന്ത്യൻ ഭരണാധികാരിക്ക് എന്നാണ് ചോദ്യം. ഉത്തരം ദ്രൗപദി മുർമു ആണ്. ദ്രൗപദി മുർമുവിനാണ് കിട്ടിയത്. എന്താണ്? വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം, സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിലെ നേട്ടങ്ങൾ കണക്കിലെടുത്താണ് പുരസ്കാരം നൽകിയത്. പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ്. ടിമോർ ലെസ്റ്റെ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയും ദ്രൗപദി മുർമു ആണ്. ഒരു തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് എന്താ? ടിമോർ ലെസ്റ്റ. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷന്റെ CMD ആയ ആദ്യ വനിതയാണ് ചോദിച്ചിരുന്നത്. അപ്പോ കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷന്റെ ഒരു CMD ആയിട്ടുണ്ട്. അത് ഒരു വനിതയാണ്. അതെന്താണ്? ആദ്യ വനിതയാണ്. അത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ഹർഷിത അട്ടല്ലൂരി ആണ്. ഹർഷിത അട്ടല്ലൂരി. എന്താണ്? ബെക്കോയുടെ CMD യോഗേഷ് ഗുപ്ത കേരള വിജിലൻസ് ഡയറക്ടറായി നിയമിതനായ ഒഴിവിലാണ് ആര്? ഹർഷിത അട്ടല്ലൂരി CMD ആയിട്ട് പ്രവേശിച്ചത്. അപ്പൊ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ആൾ ആരാണ്? യോഗേഷ് ഗുപ്തയാണ്. അദ്ദേഹം എന്താണ്? കേരള വിജിലൻസ് ഡയറക്ടർ ആയിട്ട് നിയമിതനായിട്ടുണ്ട്. അപ്പൊ ആ ഒഴിവിലാണ് എന്താ ബിവറേജ് കോർപ്പറേഷന്റെ CMD ആയിട്ട് ആര് വന്നത്? ഹർഷിത അട്ടല്ലൂരി. ആദ്യ വനിതയാണ്. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് ഹർഷിത അട്ടല്ലൂരി. അടുത്ത 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രി ആരെന്നാണ്? മുൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രി ഈ 2024 ഓഗസ്റ്റിൽ അന്തരിച്ചത് ആരാണ്? കൺവർ നട്ടൂർ സിംഗ് ആണ്. ആരാണ്? കൺവർ നട്ടൂർ സിംഗ്. UPA സർക്കാർ 2024-25 കാലയളവിൽ വിദേശകാര്യ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ പത്മഭൂഷൺ ലഭിച്ചത് 84. അദ്ദേഹത്തിന്റെ ആത്മകഥ ലൈഫ് ഈസ് നോട്ട് എനഫ്. ഇത്രയും പഠിച്ചു വെച്ചിരുന്നാൽ മതി അദ്ദേഹത്തെ പറ്റി. അടുത്തത് മുൻ കേരള മുഖ്യമന്ത്രി C അച്യുതമേനോന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെയെന്നാണ്? സ്ഥാപിച്ചത് ഇനാഗുറേഷൻ കഴിഞ്ഞിരുന്നു. കേരള മുൻ മുഖ്യമന്ത്രി C അച്യുതമേനോന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. അടുത്ത 2028 സമ്മർ ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് എവിടെയെന്നാണ്? 2028 സമ്മർ ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ലോസ് ആഞ്ചൽസ് ആണ്. സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ലോസ് ആഞ്ചൽസ്. സമ്മർ ഒളിമ്പിക്സിന്റെ 34ാമത് എഡിഷൻ ആണ് ലോസ് ആഞ്ചൽസിൽ 2028 നടക്കുന്നത്. അപ്പൊ അടുത്ത 2032 ഏതാണ്? ബ്രിസ്ബൻ, ഓസ്ട്രേലിയ. 2024 പാരീസിൽ 33ാമത്തെയാണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവര് കണ്ടുപോകുക. അപ്പൊ ഇനി പറയുന്നത് 2028 സമ്മർ ഒളിമ്പിക്സിലെ വേദി എവിടെയാണ്? ലോസ് ആഞ്ചൽസ് ആണ്. 34ാമത്തെ എഡിഷൻ ആണ്. ഇപ്പൊ ഇക്കഴിഞ്ഞത് 33ാമത്തെ എഡിഷൻ ആണ്. അപ്പൊ അടുത്ത് നടക്കുന്നത് 2028 കഴിഞ്ഞ് 2032 നടക്കുന്നത്. അതെവിടെയാണ്? ഓസ്ട്രേലിയ, ബ്രിസ്ബനിലാണ്. അടുത്ത 2022-24 കാലയളവിലെ സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര കേരളം പുരസ്കാരത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏത് ഗ്രാമപഞ്ചായത്താണ്? അപ്പൊ ആർദ്ര കേരളം പുരസ്കാരത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തെ തിരഞ്ഞെടുത്തത് ഏത് ഗ്രാമപഞ്ചായത്താണെന്ന് ചോദിച്ചാല് മണീട് എന്ന് പറയുന്നതാണ്. 1ാം സ്ഥാനം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? പേരാമ്പ്രയാണ്. 1ാം സ്ഥാനം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര. 1ാം സ്ഥാനം നേടിയ ജില്ലാ പഞ്ചായത്ത് എറണാകുളം ആണ്. 1ാം സ്ഥാനം നേടിയ മുനിസിപ്പാലിറ്റി പൊന്നാനി, മലപ്പുറമാണ്. അടുത്ത 1ാം സ്ഥാനം നേടിയ കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരമാണ്. അടുത്ത 1ാം സ്ഥാനം നേടിയവർക്കുള്ള സമ്മാനത്തുക 10 ലക്ഷം രൂപയാണ്.
ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് ആർദ്ര കേരളം പുരസ്കാരം. അതിൽ മികച്ച ഗ്രാമപഞ്ചായത്താരായ തെരഞ്ഞെടുക്കുന്നത് മണിയിടാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര, ജില്ലാ പഞ്ചായത്ത് എറണാകുളം, മുനിസിപ്പാലിറ്റി പൊന്നാനി, കോർപ്പറേഷൻ എന്താണ് തിരുവനന്തപുരമാണ്. ഓർത്തു വെച്ചേക്കാം. അടുത്ത് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള നൽകുന്ന 2024-25 വർഷത്തെ ഉപഭോക്തൃ രത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ്? ഉപഭോക്തൃ രത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കാണ്? ജസ്റ്റിസ് KT തോമസിനാണ്. അപ്പോ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള നൽകുന്ന 2024-25 വർഷത്തെ ഉപഭോക്തൃ രത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജസ്റ്റിസ് KT തോമസിനാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ സ്കൂളുകളിൽ ഗുഡ് മോർണിംഗ് എന്നതിന് പകരം ജയ് ഹിന്ദ് എന്ന് ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? നമ്മൾ സാധാരണ സ്കൂളുകളിൽ ഗുഡ് മോർണിംഗ് എന്ന് ഗുഡ് മോർണിംഗ് എന്നാണ് പറയാറ്. അതിന് പകരമായിട്ട് എന്താ ജയ് ഹിന്ദ് എന്ന് ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഹരിയാനയാണ്. ഉത്തരം ഹരിയാനയിലാണ് ഇനി മുതൽ ഗുഡ് മോർണിംഗിന് പകരം എന്താണ് ജയ് ഹിന്ദ് എന്നാണ് ഉപയോഗിക്കുക. അടുത്ത കേരള കൃഷി വകുപ്പിന്റെ യോഗങ്ങൾ തത്സമയം ഓൺലൈനിൽ സംപ്രേഷണം ചെയ്യുന്ന പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? കൃഷി വകുപ്പിന്റെ യോഗങ്ങള് ലൈവായിട്ട് നമുക്ക് ഓൺലൈനിൽ കാണാൻ പറ്റുന്ന ഒരു പദ്ധതി ഉണ്ട്. അതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ്. എന്ത് പേരിലായിരിക്കും? വെളിച്ചം. എന്താണ്? വെളിച്ചം. അടുത്ത ചോദ്യം, കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഓംബുഡ്സ്മാനായി നിയമിതനായത് ആരാണ്? കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഓംബുഡ്സ്മാനായി നിയമിതനായത് ആരെന്നാണ് ചോദ്യം. ആരാണ്? PD രാജനാണ്. PD രാജൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് എവിടെ? ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് എവിടെയെന്നാണ് ചോദ്യം. കൊല്ലം, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. ഉത്തരം കൊല്ലമാണ്. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി എവിടെയാണ് ആദ്യമായിട്ട് നിലവിൽ വന്നത്? കൊല്ലത്താണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുമർ ചിത്രം നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ, കേരളത്തിലല്ല, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുമർ ചിത്രം നിലവിൽ വന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ഉത്തരം കതിരൂർ ആണ്. അടുത്ത നമ്മള് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും പറയുന്നില്ല, മൊത്തത്തിൽ അങ്ങ് പറഞ്ഞു പോവാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മൾ ഒന്നുകൂടെ നോക്കി വെക്കുകയാണ്. മികച്ച നടൻ അറിയാം പൃഥ്വിരാജ്, ആടുജീവിതം. നടി ഉർവശിയാണ്, ചിത്രം ഉള്ളൊഴുക്ക്. പിന്നെ കൂടെ ആർക്കാണ്? ബീന R ചന്ദ്രൻ, ചിത്രം തടവാണ്. സംവിധായകൻ ബ്ലസി, ആടുജീവിതം. നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ് ആണ്, ചിത്രം തടവാണ്. അടുത്ത മികച്ച ചിത്രം കാതൽ ദി കൗർ ആണ്. സംവിധാനം ജിയോ ബേബി. മികച്ച ജനപ്രിയ ചിത്രം ആടുജീവിതം. രണ്ടാമത്തെ മികച്ച ചിത്രം ഇരട്ടയാണ്. മികച്ച ബാലതാരം അവിക് മേനോൻ. മികച്ച ബാലതാരം തെന്നൽ അഭിലാഷ് ആണ്. അപ്പോ 54ാമത്തെ എന്താണ് സംസ്ഥാന ചലച്ചിത്രമാണ് കൊടുത്തത്. അതിന്റെ ജൂറി ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ സുധീർ മിശ്രയാണ്. അതിന്റെ ജൂറി ചെയർമാൻ ആണ് സുധീർ മിശ്രയാണ്. അപ്പൊ ഇതെല്ലാം ഒന്ന് നോക്കി വെച്ചിരിക്കുക. അതുപോലെ നമുക്ക് എന്ത് പഠിക്കണം? ദേശീയ ചലച്ചിത്രം. ഇത് 54ാമതാണ് ദേശീയ ചലച്ചിത്രം. 70ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് കൊടുത്തത്. അപ്പൊ അതിൽ മികച്ച നടൻ എന്ന് പറയുന്നത് ഋഷഭ് ഷെട്ടിയാണ്. കാന്താര. നടി നിത്യ മേനോനും മാനസി പരേക്കുമാണ്. നിത്യ മേനോന് തിരുച്ചിത്രമ്പലവും മാനസി പരേക്കിന് കച്ച് എക്സ്പ്രസുമാണ് ചിത്രങ്ങള്. അടുത്ത ബാലതാരം ശ്രീപത്ത് ആണ്. മാളികപ്പുറത്താണ് ചിത്രം. മികച്ച ചിത്രം ആട്ടമാണ്. സംവിധാനം ആനന്ദ് ഏകർഷി. മലയാള ചിത്രമാണ്. മികച്ച ജനപ്രിയ ചിത്രം കാന്താരയാണ്. സംവിധാനം ഋഷഭ് ഷെട്ടിയാണ്. മികച്ച സംവിധായകൻ സൂരജ് ബർജാത്തിയാണ്. ചിത്രം എന്താണ്? ഊഞ്ചായി. തിരക്കഥയും ആനന്ദ് ഏകർഷി തന്നെയാണ്. ആട്ടം. പിന്നെ സംഗീത സംവിധാനം പ്രീതം. പശ്ചാത്തല സംഗീതം AR റഹ്മാൻ. ഛായാഗ്രഹണം രവിവർമ്മനാണ്. എഡിറ്റിംഗ് മഹേഷ് ഭുവനൻ. മികച്ച മലയാള ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ സൗദി വെള്ളക്കയാണ്. അപ്പൊ ഇത് രണ്ടും ദേശീയവും സംസ്ഥാനവും പുരസ്കാരങ്ങളൊന്നും നോക്കി വെച്ചാൽ മറ്റേത് 54, ഇത് 70 അടുത്ത കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ആരാണ്? പുണ്യ സലിൽ ശ്രീവാസ്തവയാണ്. അടുത്ത എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ ലെവൽ 5 അക്രഡിറ്റേഷൻ ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ ലെവൽ 5 അക്രഡിറ്റേഷൻ ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതെന്നാണ് ചോദ്യം. ഉത്തരം
കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബാംഗ്ലൂരു ആണ്. കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബാംഗ്ലൂർ. ഏറ്റവും കുറഞ്ഞ അളവിൽ ഹരിതഗ്രഹ വാതകങ്ങൾ പുറംതള്ളുന്നതിനാണ് ഈ അംഗീകാരം ലഭിച്ചത്. അതായത് പരിസ്ഥിതി സൗഹൃദ ഊർജ്ജ സ്രോതസ്സുകളുടെ ഫലപ്രദമായ വിനിയോഗം, ഹരിത ചട്ടങ്ങൾ പാലിച്ചുള്ള വികസന പദ്ധതികൾ തുടങ്ങിയവയാണ് വിമാനത്താവളത്തിന് അംഗീകാരം ലഭിക്കാൻ കാരണമായത്. അംഗീകാരം കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ ആണ് കൊടുത്തത്. അപ്പൊ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് എന്താണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ ലെവൽ 5 അക്രഡിറ്റേഷൻ ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ്. ഏഷ്യയിലെ ആദ്യത്തെ വിമാനത്താവളം. അടുത്ത 2024 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ രോഗം ഏതെന്നാണ്. 2024 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ രോഗം ഏതെന്നാണ് ചോദിച്ചത്. ഉത്തരം എന്താണെന്ന് ചോദിച്ചാല് എംപോക്സ് ആണ്, മങ്കി പോക്സ്. അതുപോലെ അടുത്ത ചോദ്യം, കേരള പൊതുഭരണ വകുപ്പിന് കീഴിലുള്ള പൊളിറ്റിക്കൽ വിഭാഗത്തിന് നൽകിയ പുതിയ പേരാണ്. കേരള പൊതുഭരണ വകുപ്പിന് കീഴിലുള്ള പൊളിറ്റിക്കൽ വിഭാഗത്തിന് എന്ത് കൊടുത്തു? ഒരു പുതിയ പേര് നൽകി. ആ പേര് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? പ്രോട്ടോകോൾ വിഭാഗം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഉന്നത വ്യക്തികൾ, സംസ്ഥാന അതിഥികൾ, വിദേശ വിഐപികൾ എന്നിവരുടെ സന്ദർശനം, സത്യപ്രതിജ്ഞ, വകുപ്പ് വിഭജനം തുടങ്ങിയ പ്രധാന പരിപാടികൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? പ്രോട്ടോകോൾ വിഭാഗം. അത് പൊളിറ്റിക്കൽ വിഭാഗം എന്നായിരുന്നു, അതിനെ മാറ്റി എന്താക്കി? പ്രോട്ടോകോൾ വിഭാഗം എന്നാക്കിയിട്ടുണ്ട്. അതുപോലെ അടുത്ത ചോദ്യം, ICRT ഇന്ത്യ ചാപ്റ്ററിന്റെ 2024 ഉത്തരവാദിത്ത ടൂറിസം ഗോൾഡ് പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ഏത് ടൂറിസം പദ്ധതിക്കാണ്? ഏത് ടൂറിസം പദ്ധതിക്കാണ് വെച്ചാല് ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്കാണ് അതിന്റെ അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി സാദി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം എന്താണ്? വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതിയാണ് എന്ത്? സാദി പദ്ധതി. അത് ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാല് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിലെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് അതിനെന്താണ്? വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്ത്? സാദി പദ്ധതി ആവിഷ്കരിച്ചതും. അത് പശ്ചിമ ബംഗാളിലാണ്. അന്താരാഷ്ട്ര പുസ്തകോത്സവം സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ്? പുസ്തകോത്സവം സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ വീട്ടിലും മലയാളം എന്നാണ്. ഓരോ വീട്ടിലും മലയാളം. ഇന്ത്യയുടെ 500ാമത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയെന്നാണ് ചോദ്യം. ഇന്ത്യയുടെ 500ാമത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ്? ഐസ്വാൾ ആണ്. ഐസ്വാളിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല. റേഡിയോ സ്റ്റേഷൻ നൽകിയിരിക്കുന്ന പേര് അപ്ന റേഡിയോ 90.0 FM. അടുത്തത്, മൂന്നാമത് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് വിർച്വൽ ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച രാജ്യമാണ്. മൂന്നാമത് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് വിർച്വൽ ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച രാജ്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഇന്ത്യയാണ്. വികസ്വര രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഉച്ചകോടിയാണിത്. ഇതിനു മുമ്പ് നടന്ന 2 ഉച്ചകോടികൾക്കും ആതിഥേയത്വം വഹിച്ചത് എന്ത് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. അപ്പോ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് വിർച്വൽ ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. 2025 നടക്കുന്ന ICC Under-19 വനിതാ 2020 ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. 2020 ലോകകപ്പ് വനിത Under-19 അല്ല, ഇതിപ്പോ Under-19 ആണ് ചോദിച്ചിരിക്കുന്നത്. ഏത് രാജ്യത്താണ് വേദിയാകുന്നത്? മലേഷ്യയാണ്. രണ്ടാമത്തെ ലോകകപ്പ് ടൂർണമെന്റ് ആണ് 2025 നടക്കുന്നത്. പങ്കെടുക്കുന്ന ടീമുകൾ 16 ആണ്. പ്രഥമ ടൂർണമെന്റ് ജേതാക്കള് ഇന്ത്യയാണ്. പ്രഥമ ടൂർണമെന്റിന്റെ വേദിയായത് ദക്ഷിണാഫ്രിക്കയാണ്. അപ്പൊ ഇത് രണ്ടാമത്തെ Under-19 വനിതാ T20 ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ മലേഷ്യയാണ്. അപ്പൊ ആദ്യത്തെ ജേതാക്കള് ഇന്ത്യയാണ്. ആദ്യത്തെ ടൂർണമെന്റിന് വേദിയായത് ദക്ഷിണാഫ്രിക്കയാണ്. അടുത്ത ചോദ്യം, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് നടത്തുന്ന 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി ആണ് ചോദിച്ചിരിക്കുന്നത്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് CIE നടത്തുന്ന 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? എറണാകുളം ആണ്. ഉച്ചകോടി നടത്തുന്നത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആണ്. ആയുർവേദ ഉച്ചകോടി നടക്കുന്നത്. 5ാമത് ഉച്ചകോടിക്ക് വേദിയായത് ഏതാണ്? തിരുവനന്തപുരമാണ്. 6ാമത് ഉച്ചകോടി എറണാകുളമാണ്. അതെ, അടുത്ത ക്വസ്റ്റ്യൻ, സിവിൽ സർവീസ് പ്രവേശനം, ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനം, ഇന്ത്യയിലെയും വിദേശത്തെയും സർവകലാശാലകളിലെ ഉപരിപഠന പ്രവേശനം, വിദേശ ഭാഷാ പഠനം എന്നീ മേഖലകളിൽ വിദ്യാർത്ഥികൾ പരിശീലനവും പഠന പിന്തുണയും നൽകുന്ന പദ്ധതി ഏതെന്നാണ്?
സ്പെക് പദ്ധതി എന്നാണ് അതിന്റെ പേര്. പദ്ധതികളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ പുതിയ പുതിയ പദ്ധതികൾ ഓരോ മാസം ഇറങ്ങും. ഇപ്പൊ ഓരോ പദ്ധതികൾ പഠിച്ചു വെച്ചേക്കുക. സ്പെക് പദ്ധതിയാണ്. കേരളത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യത്തെ നഗരമാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യത്തെ നഗരമാണ് ചോദിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ, തൊടുപുഴ, ആലപ്പുഴ, പാല. ഉത്തരം മൂവാറ്റുപുഴയാണ്. ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കിളിമാനൂർ ആണ്. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ, തിരുവനന്തപുരം. കേരളത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യത്തെ നഗരം എന്ന് പറയുന്നത് മൂവാറ്റുപുഴയാണ്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇതെല്ലാം ഓപ്ഷനിൽ കാണാം. ഇന്ത്യയിൽ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരാണ്. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട നഞ്ചരായൻ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്നാണ്. നഞ്ചരായൻ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാല് തമിഴ്നാടാണ്. നഞ്ചരായൻ പക്ഷി സങ്കേതം, കഴുവേലി പക്ഷി സങ്കേതം, തവ റിസർവോയർ മധ്യപ്രദേശിലാണ്. ഇത്രയുമാണ് റംസാർ പട്ടികയിലേക്ക് ഉൾപ്പെട്ടത്. അതില് നഞ്ചരായനും കഴുവേലിയും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാടാണ്. തവ എവിടെയാണ്? മധ്യപ്രദേശ്. അപ്പൊ നഞ്ചരായൻ പക്ഷി സങ്കേതവും കഴുവേലിയും തമിഴ്നാടാണ്. തവ റിസർവോയർ മധ്യപ്രദേശാണ്. നിലവിൽ ഇന്ത്യയിൽ ഉള്ള റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 85 ആണ്. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാല് തമിഴ്നാടാണ്. പുതിയതായിട്ടൊരു 3 ആഡ് ചെയ്തിട്ടുണ്ട്. നഞ്ചരായൻ, കഴുവേലി, തവ. അതില് നഞ്ചരായനും കഴുവേലിയും തമിഴ്നാടും, തവ മധ്യപ്രദേശുമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഏതാണ്? നശാമുക്ത് ഭാരത് അഭിയാൻ ആണ്. നശാമുക്ത് ഭാരത് അഭിയാൻ. ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാണ്? നശാമുക്ത് ഭാരത് അഭിയാൻ ആണ്. അടുത്തത്, കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആരെന്നാണ്? ശാരദാ മുരളീധരനാണ്. ചീഫ് സെക്രട്ടറി പദവിയിൽ എത്തുന്ന 5ാമത്തെ വനിതയാണ് ആര്? ശാരദാ മുരളീധരൻ. അപ്പോ ശാരദാ മുരളീധരന്റെ ഹസ്ബൻഡ് ആയിരുന്നു ഇതിന് മുന്നത്തെ ചീഫ് സെക്രട്ടറി. അദ്ദേഹം വിരമിച്ച ഒഴിവിലാണ് ശാരദാ മുരളീധരൻ കയറുന്നത്. അപ്പോ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആരാന്ന് വെച്ചാൽ ശാരദാ മുരളീധരനാണ്. ഈ പദവിയിൽ എത്തുന്ന 5ാമത്തെ വനിതയാണ്. അടുത്തിടെ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിനായി IIT മദ്രാസ്, വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് എന്നിവർ സംയുക്തമായി നിർമ്മിച്ച യന്ത്രമനുഷ്യന്റെ പേര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ടാണ്. ഉത്തരം പ്ലൂട്ടോയാണ്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനം ആദ്യമായി ആചരിച്ചത് ഏത് വർഷമാണെന്നാണ് ചോദ്യം. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനം ആദ്യമായി ആചരിച്ചത് ഏത് വർഷമാണ്? 2024 ദേശീയ ബഹിരാകാശ ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 23 ആദ്യമായി ആചരിച്ച വർഷം ഏതാണ്? 2024. പ്രമേയം എന്താണ്? ടച്ചിങ് ലൈഫ്സ് വൈൽ ടച്ചിങ് ദ മൂൺ, ഇന്ത്യ സ്പേസ് സാഗ. അതാണ് അതിന്റെ പ്രമേയം. അതായത് ഇന്ത്യയുടെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കായിട്ടാണ് ആഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. 2024 ആദ്യമായിട്ട് ആചരിച്ചത്. അതിന്റെ പ്രമേയം നോക്കി വെച്ചേക്കാം. ലോകത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്ക് മേധാവിയായി 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ചോദിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ കേന്ദ്ര ബാങ്ക് മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ശക്തികാന്ത് ദാസിനെയാണ്. RBI ഗവർണറാണ്. 2ാം വട്ടമാണ് ഈ ബഹുമതി ലഭിക്കുന്നത്. പിന്നെന്താണ്? US ആസ്ഥാനമായിട്ടുള്ള ഗ്ലോബൽ ഫിനാൻസ് മാഗസിന്റെ 2024 ഗ്ലോബൽ ഫിനാൻസ് സെൻട്രൽ ബാങ്ക് റിപ്പോർട്ടിലാണ് A+ റേറ്റിംഗുമായിട്ട് ശക്തികാന്ത ദാസ് പട്ടികയില് മുന്നിലെത്തിയിരിക്കുന്നത്. അടുത്തത്, 2024 ഓഗസ്റ്റ് 21 മധ്യതെക്കൻ കേരളത്തിൽ വീശിയ അസാധാരണമായ കാറ്റിന് കാരണമായ പ്രതിഭാസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഡ്രൗൺ ഡ്രാഫ്റ്റ് ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 2024 ഓഗസ്റ്റ് 21 മധ്യതെക്കൻ കേരളത്തിൽ വീശിയ അസാധാരണമായ കാറ്റിന് കാരണമായ പ്രതിഭാസം എന്താണ്? ഡ്രൗൺ ഡ്രാഫ്റ്റ് ആണ്. കൂമ്പാരമേഘങ്ങളുടെ മേൽത്തട്ടിൽ നിന്നും മധ്യഭാഗത്ത് കൂടി താഴേക്ക് വീശുന്ന കാറ്റാണിത്. മരങ്ങളെ കടപുഴക്കാൻ ശേഷിയുള്ള കാറ്റാണ്. അപ്പൊ എന്താണ്? ഈ ഓർത്തു വെച്ചേക്ക്, കാറ്റിന്റെ പേരൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത, BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരെന്നാണ്? BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ദൽജിത് സിംഗ് ചൗധരിയാണ്. ദൽജിത് സിംഗ് ചൗധരിയാണ്. എന്താണ്? SSBയിലായിരുന്നു. നിലവിലെ ഇന്ത്യയുടെ അർദ്ധസൈനിക വിഭാഗമായ സശസ്ത്ര സീമാ ബിൽ അല്ലെങ്കിൽ SSBയുടെ ഡയറക്ടറിന്റെ ചുമതലയിൽ നിന്നാണ് BSFലേക്ക് എത്തിയത്.
ഇതൊരു അതിർത്തി സംരക്ഷണ സേനയാണ്. എന്താണ് BSF എന്ന് പറയുന്നത്. BSF, ITBP, അങ്ങനെ SSB, അങ്ങനെ കുറച്ച് സേനകളുണ്ട് നമുക്ക്. അതിലൊരു സേനയാണ് BSF. അതിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണെന്ന് ചോദിച്ചാല് ദൽജിത് സിംഗ് ചൗധരിയാണ്. അടുത്ത നസ്കോമിന്റെ ചെയർപേഴ്സൺ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് IT കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ് എന്ത് നസ്കോം. അപ്പൊ നസ്കോമിന്റെ പുതിയ ചെയർപേഴ്സൺ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിന്ധു ഗംഗാധരനാണ് നസ്കോമിന്റെ ചെയർപേഴ്സൺ. എന്താണ് സാപ്പ് ലാബ്സ് എന്ന കമ്പനിയുടെ MD മലയാളിയുമാണ് ആര് സിന്ധു ഗംഗാധരൻ. അപ്പൊ നസ്കോമിന്റെ പുതിയ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ രാജേഷ് നമ്പിയാറാണ്. ചെയർപേഴ്സൺ സിന്ധു ഗംഗാധരനാണ്. നസ്കോമിന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ സർവീസ് ആൻഡ് കമ്പനീസ് എന്നാണ്. ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ സേവന കമ്പനികളുടെ കൂട്ടായ്മയാണ് എന്ത് നസ്കോം. അതായത് അടുത്തതായിട്ട് ഇന്ത്യ റെയിൽവേ ബോർഡിന്റെ നിലവിലെ ചെയർമാനാണ് ചോദിച്ചിരിക്കുന്നത്. റെയിൽവേ ബോർഡിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? സതീഷ് കുമാർ ആണ്. നിലവിലെ ചെയർപേഴ്സൺ ജയാ വർമ്മ സിൻഹയുടെ കാലാവധി അവസാനിക്കുന്ന ഒഴിവിലാണ് നിയമനം. റെയിൽവേ ബോർഡിന്റെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആയിരുന്നു ജയാ വർമ്മ സിൻഹയായിരുന്നു. ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ് നടക്കുന്നുണ്ട്. സെക്രട്ടറിമാര് എല്ലാത്തിന്റെയും മാറി മാറി വരുന്നുണ്ട്. ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പൊ ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? സതീഷ് കുമാർ. അടുത്ത് ICC പ്രസിഡന്റായി നിയമിതനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് ജയ് ഷാ ആണ്. ICC പ്രസിഡന്റിന്റെ സ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ജയ് ഷാ. പ്രസിഡന്റ് ആവുന്ന അഞ്ചാമത്തെ ഇന്ത്യക്കാരനാണ്. ICC പ്രസിഡന്റ് ആവുന്ന അഞ്ചാമത്തെ ഇന്ത്യക്കാരനാണ് ജയ് ഷാ. മുൻപ് ICC പ്രസിഡന്റ് പദവി ലഭിച്ച ഇന്ത്യക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ ജയ്മോഹൻ ഡാൽമിയ, ശരത് പവാർ, N ശ്രീനിവാസൻ ആൻഡ് ശശാങ്ക് മനോഹർ ആണ്. അപ്പോ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ICC-യില് ജയ് ഷാ ആണ്. അഞ്ചാമത്തെ ഇന്ത്യക്കാരനാണ്. അടുത്ത NSGയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? NSGയുടെ പുതിയ ഡയറക്ടർ ജനറൽ V ശ്രീനിവാസനാണ്. ഞാൻ പറഞ്ഞു ഒരുപാട് അപ്പോയിന്റ്മെന്റ് ആയിട്ടുണ്ട്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദേശീയ സുരക്ഷാ സേന NSG, അതിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? V ശ്രീനിവാസനാണ്. NSGയുടെ 25ാം ഡയറക്ടറാണ്. ബ്ലാക്ക് കാറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സുരക്ഷാ സേനയാണ് ആര്? NSG. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സേനയാണ് NSG. അടുത്ത ഇന്ത്യ ശ്രീലങ്ക സൈനിക അഭ്യാസമായ മിത്രശക്തിയുടെ 10ാം പതിപ്പിന് വേദിയായതാണ് ചോദിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക സൈനിക അഭ്യാസമായ മിത്രശക്തിയുടെ 10ാം പതിപ്പിന് വേദിയായത് ഏതാണ്? മധുര ഒയ, അതായത് ശ്രീലങ്കയിലാണത്. മിത്രശക്തിയുടെ 10ാം പതിപ്പാണ് 2024 നടന്നത്. സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ സംഘത്തെ പ്രതിനിധീകരിച്ചത് ഇന്ത്യൻ ആർമി രാജ്പുത്താന റൈഫിൾസ് ആണ്. അപ്പൊ ഇന്ത്യ ശ്രീലങ്ക സൈനിക അഭ്യാസത്തിന്റെ പേരാണ് മിത്രശക്തി. അതിന്റെ 10ാം പതിപ്പ് നടന്നത് എവിടെയാണ്? ശ്രീലങ്ക മധുര ഒയയിലാണ്. അടുത്ത ചോദ്യം, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മനുഷ്യ വിഭവശേഷിയും ഗവേഷണ വികസനവും ലക്ഷ്യമിട്ട് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിജ്ഞാൻ ധാരയാണ്. എന്താണ് അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ പുതിയതായി രൂപീകരിച്ച ജില്ലകൾ താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോ ഇപ്പൊ എന്ത് മനസ്സിലായി? കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ കുറച്ച് ജില്ലകൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 1ഉം 2ഉം ആണ്. ദ്രാസ്, ഷാം, സംസ്കാർ, നുബ്ര. 1ഉം 2ഉം ഇതാണ് എന്താണ് ലഡാക്കില് പുതിയതായിട്ട് രൂപീകരിച്ച ജില്ലകള്. 2 ജില്ലകൾ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പൊ മൊത്തം 7 ജില്ലകളായിട്ടുണ്ട്. അല്ല, ദ്രാസ്, ഷാം, സംസ്കാർ, നുബ്ര ഇതാണ് എന്താ ലഡാക്കിലെ പുതുതായി രൂപീകരിച്ച ജില്ലകള്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ നിലവിലുള്ള ആകെ ജില്ലകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 7 ആണ്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ പുതിയതായി പ്രഖ്യാപിച്ച ജില്ലകളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. സംസ്കാർ, ദ്രാസ്, ഷാം, നുബ്ര, ചങ്താങ്. ഓക്കെ, അപ്പൊ എന്താണ് ആദ്യമായിട്ട് കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് നിലവിൽ വന്നപ്പോൾ ഉള്ളത് രണ്ടേ രണ്ട് ജില്ലയാണ്, ലേയും കാർഗിലും. അപ്പൊ ഇപ്പൊ എന്താണ് ഒരു 5 ജില്ലകളൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഇപ്പോ ലഡാക്കിലെ 7 ജില്ലകളാണ്. പുതിയ ജില്ലകൾ കൂടി വന്നതുകൂടി നിലവിൽ ആകെ 7 ജില്ലകളാണ്. അപ്പൊ പുതിയതായിട്ട് വന്ന ജില്ലകളെ പേരൊന്ന് പഠിക്കുക. ആദ്യം ഉണ്ടായിരുന്ന ജില്ലകളെ ലേയും കാർഗിലുമാണ്. അപ്പൊ ലഡാക്കിലെ പുതിയതായിട്ട് പ്രഖ്യാപിച്ച ജില്ലകളുടെ എണ്ണം 5 ആണ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ സംസ്കാർ, ദ്രാസ്, ഷാം, നുബ്ര, ചങ്താങ്. ഓർത്തു വെച്ചേക്കാം. അടുത്ത ഫോർമുല 1 കാറോട്ട മത്സരമായ ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ 2024 വർഷത്തെ ജേതാവ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാൻഡോ നോറിസ് ആണ്. ഫോർമുല 1 ഒരു കാറോട്ട മത്സരമാണ്. അതിൽ ജേതാവ് ആരാണ്? ലാൻഡോ നോറിസ്. ഡച്ച് ഗ്രാൻഡ് പ്രിയിലാണ്.
അടുത്ത 2024 നടക്കുന്ന വനിതാ 2020 ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാല് ഹർമൻപ്രീത് കൗർ ആണ്. അടുത്ത 2024 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നിർമ്മാണോദ്ഘാടനം നടത്തിയ വാദ്വാൻ തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാദ്വാൻ തുറമുഖം മഹാരാഷ്ട്രയിലാണ്. അടുത്തത് ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്ത ദൗത്യം. പുതിയ കറണ്ട് അഫയേഴ്സ് ആണ്. ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്ത ദൗത്യം നടത്തുന്ന സ്വകാര്യ ബഹിരാകാശ കമ്പനി ഏതെന്നാണ്? കമ്പനി സ്പേസ് എക്സ് ആണ്. പഠിക്കേണ്ടത് സ്വകാര്യ ബഹിരാകാശ നടത്തത്തിന് സ്പേസ് എക്സ് നൽകിയ പേര് പഠിക്കണം, പൊളാരിസ് ഡോൺ. അത് നടത്തുന്നവർ ആരൊക്കെയാ? നടത്തുന്നവർ ആരൊക്കെയാന്ന് വെച്ചാൽ ജെറാർഡ് എസ്ക്മാൻ, സാറ ഗിലിഡ്, അന്ന മേനോൻ, സ്കോട്ട് പെറ്റിറ്റ്. ഈ പേര് ഓർത്തു വെച്ചിരിക്കുക. ഇവരാണ് ഈ ദൗത്യം പോകുന്നത്. അതായത് ബഹിരാകാശ നടത്ത ദൗത്യം സ്പേസ് എക്സ് ആണ്. അതിന് നൽകിയ പേര് പൊളാരിസ് ഡോൺ ആണ്. ഭൂമിയിൽ നിന്ന് 1400 കിലോമീറ്റർ അകലെയുള്ള വാൻ അലൻ റേഡിയേഷൻ ഭ്രമണപഥത്തിലാണ് പേടകം സഞ്ചരിക്കുക. അടുത്തത് ഉപഭോക്താക്കൾക്ക് അതിവേഗം വായ്പ ലഭ്യമാക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ULI. ഉപഭോക്താക്കൾക്ക് അതിവേഗം വായ്പ ലഭ്യമാക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച പദ്ധതിയാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ULI. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ക്രെഡിറ്റ് വിശകലന ഏജൻസികൾ എന്നിവയുടെ കൈവശമുള്ള വിവരങ്ങള് ഡിജിറ്റലായിട്ട് വിലയിരുത്തി അതിവേഗം വായ്പ അനുവദിക്കുന്ന ഒരു സംവിധാനമാണ് ULI എന്ന് പറയുന്നത്. ഇത് റിസർവ് ബാങ്ക് ഇന്ത്യയാണ് തയ്യാറാക്കിയത്. അപ്പൊ അതിവേഗം വായ്പ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ULI. അതുപോലെ ടെക് കമ്പനിയായ ആപ്പിളിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ CFO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരെന്ന് ചോദിച്ചാല് കെവിൻ പരേഖ് ആണ്. ആപ്പിളിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? കെവിൻ പരേഖ്. അടുത്ത 2025 ഏപ്രിൽ 1 മുതൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി പ്രാബല്യത്തിൽ വരുന്ന പുതിയ പെൻഷൻ പദ്ധതിയാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് 2025 ഏപ്രിൽ 1 മുതൽ വരുന്ന പുതിയ പെൻഷൻ പദ്ധതിയുടെ പേരെന്താണ്? യൂണിഫൈഡ് പെൻഷൻ സ്കീം, UPS. അപ്പൊ ആദ്യമായിട്ട് ഇത് അംഗീകരിച്ചത് മഹാരാഷ്ട്രയാണ്. അപ്പൊ പുതിയ പെൻഷൻ പദ്ധതിയുടെ പേരാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം, UPS. പകൽ സമയങ്ങളിൽ സൗരോർജ പ്ലാന്റുകളിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടി KSEB സ്ഥാപിക്കുന്ന സംവിധാനം എന്തെന്ന് ചോദിച്ചാല് BESS ആണ്. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം. അപ്പൊ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന വൈദ്യുതി വൈകുന്നേരങ്ങളിൽ വൈദ്യുത ഉപയോഗം കൂടുതലുള്ള സമയത്ത് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് സൗരോർജ പ്ലാന്റുകളിൽ നിന്നിട്ട് ഈ കിട്ടുന്ന വൈദ്യുതി ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. അത് വൈകിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതന്നെ കേരളത്തിൽ സ്ഥാപിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാല് ചീമേനി, കാസർഗോഡാണ് ഇത് ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത്. ചീമേനി, കാസർഗോഡ്. അടുത്ത സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് UPI ആപ്പുകളിലൂടെ പണമിടപാട് നടത്താൻ കഴിയുന്ന സംവിധാനം ഏതാണ്? സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? UPI ആപ്പുകളിലൂടെ പണമിടപാട് നടത്താൻ പറ്റുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് UPI സർക്കിൾ. RBI തന്നെയാണ്. RBIയും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCIയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംവിധാനം ഉണ്ടാക്കുന്നത്. അതായത് ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും നിങ്ങൾക്ക് UPI ആപ്പുകളിലൂടെ പണമിടപാട് നടത്താൻ കഴിയും. അതിന്റെ പേര് UPI സർക്കിൾ ആണ്. അടുത്ത 2024 പാരീസിൽ നടന്ന പാരാലിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ച താരങ്ങൾ ആരെല്ലാം? അപ്പം സമ്മർ പാരീസ് കഴിഞ്ഞു. അടുത്തിപ്പോ നടക്കുന്നത് പാരാലിമ്പിക്സ് ആണ്. പാരാലിമ്പിക്സിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരൊക്കെയാണ്? സുമിത് ആൻഡിലും ഭാഗ്യശ്രീ ജാദവാണ്. അദ്ദേഹം ജാവലിൻ ത്രോ താരമാണ്. ഭാഗ്യശ്രീ ജാദവ് ഷോർട്ട് പുട്ട് താരമാണ്. അതിലെ പാരാലിമ്പിക്സിലെ ചെഫ് ഡേ മിഷൻ ആരാന്ന് ചോദിച്ചാല് സത്യപ്രകാശ് സാങ്വാൻ ആണ്. ഇന്ത്യയുടെ ചെഫ് ഡേ മിഷൻ ആരാണ്? സത്യപ്രകാശ് സാങ്വാൻ. പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 84 ആണ്. അടുത്ത 2024 പാരീസിൽ നടന്ന പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയ താരം ആരാണെന്ന് ചോദിച്ചാല് ആവണി ലേഖ്രയാണ്. ഇന്ത്യക്ക് ആദ്യമായിട്ട് പാരാലിമ്പിക്സിൽ സ്വർണം നേടിയത്. ആവണി ലേഖ്ര രാജസ്ഥാൻ സ്വദേശിയാണ്. മത്സര ഇനം 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH ആണ്. അടുത്ത ഇതിൽ തന്നെ വെങ്കല മെഡൽ നേടിയത് മോന അഗർവാൾ ആണ്.
പുള്ളിക്കാരിയും രാജസ്ഥാനിലെ ഇന്ത്യയിൽ തന്നെയുള്ള ആളാണ്. അപ്പൊ സ്വർണം കിട്ടിയത് ആവണി ലേഖരയ്ക്കാണ്. 10 മീറ്റർ എയർ റൈഫിൾസിലാണ്. അത് 2 പാരാലിമ്പിക്സ് സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്ന എന്നൊരു ഇത് കിട്ടിയത് ആർക്കാണ്? ആവണി ലേഖരയ്ക്കാണ്. 2 പാരാലിമ്പിക്സ്, അത് കഴിഞ്ഞ പാരാലിമ്പിക്സിലും ഇപ്പോഴത്തെ പാരാലിമ്പിക്സിലും തുടർച്ചയായി സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആവണി ലേഖര. 2020 ടോക്കിയോയിലും 2024 പാരീസിലും കിട്ടിയിട്ടുണ്ട്. പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയും ആരാണ്? ആവണി ലേഖരയാണ്. അപ്പൊ പാരാലിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നമ്മൾ മറ്റേ ഒളിമ്പിക്സ്, സമ്മർ ഒളിമ്പിക്സിന്റെ ഡീറ്റെയിൽസ് പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. പിന്നെ ഈ ഒളിമ്പിക്സ് സ്വർണ്ണം എല്ലാം കിട്ടിയവരുടെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഇത്രയാണ് ഓഗസ്റ്റ് മന്തിലെ കറണ്ട് അഫയേഴ്സ്. അപ്പൊ ഇനി എക്സാംസിന് പോകുന്നവർ ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പൊ എല്ലാം തൊട്ടടുത്ത മാസങ്ങളിലെ വരെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും നോക്കിയിട്ട് പോവുക. താങ്ക് യു.